ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെക്കാണ്. രവീന്ദ്രനും സച്ചിയും മറ്റുള്ളവരെല്ലാം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒരു ഫോൺ കോളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സച്ചിയോട് ഫോണ് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ വന്ന് ഭക്ഷണം കഴിക്കാൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചന്ദ്രമതിക്ക് ദോശയുടെ നിറത്തിൽ മാറ്റം തോന്നുന്നു. ഇത് പയറൊക്കെ അരച്ചു ചേർത്ത ഒരു സ്പെഷ്യൽ ദോശയാണെന്ന് രേവതി സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ പതിവ് പോലെ തന്നെ ചന്ദ്രമതി അതിനെ കളിയാക്കാൻ തുടങ്ങി. എന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയാ പോരെ, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ നീ പരീക്ഷിക്കുന്നത്? ചന്ദ്രമതി ചോദിച്ചു. ഇത് കേട്ട് രവീന്ദ്രൻ രേവതിയെ പിന്തുണക്കുന്നു. അവൾ എന്ത് ചെയ്താലും നിനക്ക് കുറ്റം പറയാനേ നേരമുള്ളൂ ചന്ദ്രയെന്നും പറഞ്ഞ് അദ്ദേഹം ചന്ദ്രമതിയോട് വഴക്ക് പറഞ്ഞു. ചന്ദ്രമതി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയുണ്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു. കുഴപ്പമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു. അതിന്റെ അർത്ഥം ദോശക്ക് നല്ല രുചിയുണ്ടെന്ന് തന്നെയാണെന്ന് അവിടെയുള്ളവർക്കെല്ലാവർക്കും മനസ്സിലായി. തുടർന്ന് വന്ന വർഷയും ശ്രീകാന്തും ദോശയെ പുകഴ്ത്തി. ഈ റെസിപ്പി തന്റെ പുതിയ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കാമെന്നും അപ്പോൾ തന്നെ അത് വലിയ ഹിറ്റായിരിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു. എല്ലാവരും പുകഴ്ത്തുമ്പോഴും സച്ചി മാത്രം ദോശയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഫോണിൽ സംസാരിച്ചു കൊണ്ടുവന്ന് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുകയാണ് സച്ചി ചെയ്തത്. താൻ ഇത്രയും അധികം സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച് സച്ചിയേട്ടൻ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് രേവതിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. പിന്നീട് തന്റെ കൂട്ടുകാരികളുടെ അടുത്തെത്തിയ രേവതിയോട് എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് എന്നും ഉണ്ടാക്കിക്കൊടുക്കുന്നത് പുകഴ്ത്താൻ അവർക്ക് മടിയാണെന്നും അവർ പറയുന്നു. സച്ചിയേട്ടൻ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ രേവതി സച്ചിയെ ഫോണിൽ വിളിക്കുന്നു. എന്നാൽ തിരക്കിട്ട ഓട്ടത്തിൽ ഫോൺ എടുക്കുന്ന സച്ചി ദോശയുടെ കാര്യം പറയാനാണ് വിളിച്ചത് എന്ന് ചോദിച്ച് രേവതിയെ ശകാരിച്ചു. ഇത് രേവതിക്ക് വലിയ സങ്കടവും നാണക്കേടും ഉണ്ടാക്കി. ഇതേ സമയം മറ്റൊരു വശത്ത് ശ്രുതി തന്റെ ഷോപ്പിലിരിക്കുമ്പോൾ മകൻ ആദി വിളിക്കുന്നു. ആദിയുടെ ജന്മദിനത്തിന് അമ്മ വരണമെന്നും തനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്നും അവൻ ആവശ്യപ്പെടുന്നു. കോട്ടും സ്യൂട്ടും ഷൂവും വേണമെന്നാണ് ആദിയുടെ ആഗ്രഹം. ശ്രുതി അവനത് വാങ്ങിക്കൊടുക്കാമെന്ന് ഉറപ്പു നൽകി. എന്നാൽ പെട്ടെന്ന് ശ്രുതി അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ശ്രുതി പതറി. ഒരു ക്ലയന്റിന്റെ വീട്ടിലെ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നുവെന്ന് ശ്രുതിയോട് കള്ളം പറഞ്ഞു. തനിക്ക് ഭീഷണി കത്തുകൾ വരുന്നത് കൊണ്ട് പേടിയുണ്ട് എന്നും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവാമെന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രമതി ബാമയെ കാണാൻ ബാമയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെ എല്ലാവർക്കും ഭ്രാന്താണ് എന്നും സച്ചി മുറി പണിയാൻ കുടുക്കയിൽ പൈസ ഇടുകയാണ് എന്നും ശ്രുതി 7 നിറത്തിലുള്ള ഷർട്ടിട്ട് നടക്കുകയാണ് എന്നും ചന്ദ്രമതി പരാതിപ്പെട്ടു. തന്റെ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികൾ ആരും വരുന്നില്ല എന്ന വിഷമം ചന്ദ്രമതി പങ്കുവെച്ചു. ഇതിന് പരിഹാരമായി ബാമ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. തന്റെ ഡാൻസ് ക്ലാസ്സിൽ കുട്ടികൾ ആരും വരുന്നില്ല എന്ന വിഷമം ചന്ദ്രമതി പങ്കുവെച്ചു. ഇതിന് പരിഹാരമായി ബാമ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. ആദ്യ മാസം ഫീസ് വേണ്ടെന്ന് വെക്കുക. ഫീസ് വാങ്ങാതെ എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോൾ ബാമ മറ്റൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് ഡാൻസ് യൂണിഫോം നിർബന്ധമാക്കുകയും അത് കൂടുതൽ വിലക്ക് നമുക്ക് തന്നെ വിൽക്കുകയും ചെയ്താൽ ഫീസിന് പകരമുള്ള ലാഭം കിട്ടും. ബാമ പറഞ്ഞു കൊടുത്തു. ഈ ബുദ്ധി ഇഷ്ടപ്പെട്ട ചന്ദ്രമതി ബാമയും കൂട്ടി യൂണിഫോം വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. ഇതേ സമയം തന്നെ ആദിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശ്രുതി ഇതേ കടയിൽ തന്നെ വന്നിരുന്നു. ആദിക്ക് ഇഷ്ടപ്പെട്ട കോട്ടും സ്യൂട്ടും ഷൂ ഒക്കെ ശ്രുതി തിരഞ്ഞെടുത്തു. ഇതേ സമയം യൂണിഫോം എടുക്കാൻ വന്ന ചന്ദ്രമതിയും ബാമയും അവിടെ ആ ഒരു കൗണ്ടറിൽ വെച്ച് ശ്രുതിയെ കണ്ടു. കയ്യിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സുമായി നിൽക്കുന്ന ശ്രുതി ചന്ദ്രമതിയെ കണ്ടതോടുകൂടെ തന്നെ ആകെ ഞെട്ടിപ്പോകുന്നു. തന്റെ കള്ളത്തരമെങ്ങാനും ഇന്ന് തന്റെ ആന്റി പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ നിൽക്കുകയായിരുന്നു ശ്രുതി. കടയിൽ വെച്ച് ശ്രുതിയെ കാണുന്ന ചന്ദ്രമതിയും ബാമയും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഈ ഡ്രസ്സ് ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത് എന്ന ചന്ദ്രമതിയുടെ ചോദ്യത്തിനു മുന്നിൽ ശ്രുതി പതറി നിന്നു. തന്റെ ഒരു ക്ലയന്റിന്റെ കുട്ടിക്കുള്ള സമ്മാനമാണെന്നോ മറ്റോ പറഞ്ഞ് അവൾ തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചു. കടയിൽ വെച്ച് ചന്ദ്രമതിയെയും ബാമയും കണ്ടുമുട്ടുന്നതോടുകൂടി തന്നെ ശ്രുതിയുടെ ശ്വാസം നിലച്ചൊരവസ്ഥയായിരുന്നു. കയ്യിൽ നിൽക്കുന്ന കുട്ടികളുടെ കോട്ടും സ്യൂട്ടും ഒളിപ്പിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ ചന്ദ്രമതിയുടെ കണ്ണുകൾ അതിൽ ഉടക്കി. ശ്രുതി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഈ ഡ്രസ്സൊക്കെ ആർക്കാ? ചന്ദ്രമതിയുടെ ഈ ഒരു ചോദ്യം ശ്രുതിയുടെ മനസ്സിൽ കൂരമ്പ് പോലെ വന്ന് തറക്കുകയായിരുന്നു. ശ്രുതി വിറച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു. അത് പിന്നെ അതെന്റെ ഒരു ബിസിനസ് ക്ലയന്റിന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത്. എന്നാൽ ബാമ വിടാൻ തയ്യാറായില്ല. 7 വയസ്സുള്ള ആൺകുട്ടിയുടെ ഡ്രസ്സുകളാണല്ലോ ഇത്. നിന്റെ ക്ലയന്റിന് ഇത്രയും വലിയ കുട്ടികളൊക്കെ ഉണ്ടോ? ബാമയുടെ സംശയം ശ്രുതിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. എങ്ങനെയൊക്കെയോ ബില്ലും പേ ചെയ്ത് അവരിൽ നിന്നും രക്ഷപ്പെട്ട് ശ്രുതി അവിടെ നിന്നും ഓടി മറഞ്ഞു. പക്ഷേ ചന്ദ്രമതിയുടെ മനസ്സിൽ ആ ഒരു സംശയം ഒരു കനലായി തന്നെ അവശേഷിച്ചിരുന്നു. അടുത്ത ദിവസം ആദിയുടെ ജന്മദിനമാണ്. ശ്രുതിയെയും സച്ചിയെയും കബളിപ്പിച്ച് ശ്രുതി ആദിയുടെ അടുത്തേക്ക് പോകുന്നു. തന്റെ അമ്മ കൊണ്ടുവന്ന കോട്ടും സ്യൂട്ടുമിട്ട് ആദി അതീവ സന്തോഷവാനായി മാറി. അമ്മേ, ഇനി എല്ലാ ജന്മത്തിലും അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ എന്ന ആദിയുടെ ചോദ്യം ശ്രുതിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു.
തന്റെ ഭൂതകാലം ഒരു കരിനിഴലായി തന്നെ പിന്തുടരുമ്പോഴും മകന്റെ സന്തോഷത്തിനായി അവൾ എല്ലാം മറക്കുന്നു. എന്നാൽ ആദിക്ക് ഡ്രസ്സ് വാങ്ങി നൽകിയത് ചന്ദ്രമതി കണ്ട കാര്യം അവളിൽ ചെറിയൊരു ഭയം ബാക്കി നിന്നു. അതേസമയം വീട്ടിൽ രേവതി സച്ചിയോട് മിണ്ടാതെ നടക്കുകയാണ്. തന്റെ സ്പെഷ്യൽ ദോശയെ കളിയാക്കിയതും ഫോണിലൂടെ ദേഷ്യപ്പെട്ടതും അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വൈകുന്നേരം സച്ചി വീട്ടിലെത്തുമ്പോൾ രേവതിയുടെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. സച്ചി പതുക്കെ രേവതിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, എടാ, രാവിലെ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ആ സ്പെഷ്യൽ ദോശ കൊള്ളില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിരുന്നു. സച്ചി തന്റെ പോക്കറ്റിൽ നിന്നും രേവതിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ എടുത്തു കൊടുക്കുന്നതോടുകൂടി തന്നെ രേവതിയുടെ പരിഭവങ്ങളെല്ലാം തന്നെ മാറി. അവരുടെ ഇടയിലെ പ്രണയം വീണ്ടും പൂക്കുന്നു. ഇതേ സമയം ഭാമയുടെ പ്ലാൻ അനുസരിച്ച് ചന്ദ്രമതി ആണെങ്കിൽ സൗജന്യ ഡാൻസ് ക്ലാസ് എന്ന പേരിൽ അവിടെ പോസ്റ്റർ അടിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒത്തിരിയധികം കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ യൂണിഫോമിന്റെ പേരിൽ വലിയൊരു തുക വാങ്ങാൻ തുടങ്ങുന്നതോടുകൂടെ തന്നെ രക്ഷിതാക്കളെല്ലാം ബഹളം വെച്ചു. ഫീസ് വേണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ തുണിക്ക് ഇത്രയും പണമോ എന്നും ചോദിച്ച് അവർ വഴക്കുണ്ടാക്കി. ചന്ദ്രമതിയുടെ ബിസിനസ് തന്ത്രം അവിടെ പാളി പോകുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആദിക്ക് ഡ്രസ് വാങ്ങിയ അതേ കടയിൽ വെച്ച് ശ്രുതിയും ചന്ദ്രമതിയും കൂടി കണ്ടുമുട്ടുന്നു. ചന്ദ്രമതി അറിയാതെ ശ്രുതിയോട് പറയുന്നു, ശ്രുതിക്ക് ഈ ഇടയായിട്ട് എന്തോ ഒരു മാറ്റമുണ്ട് മോനെ. അന്ന് അവൾ ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് ഇവിടെ നിന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇത് കേൾക്കുന്ന ശ്രുതി ആകെ സ്തംഭിച്ചു പോയി. ശ്രുതി തന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൻ ഓർത്തു. സത്യം കണ്ടെത്താനായി ശ്രുതിയെ രഹസ്യമായി തന്നെ പിന്തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രി ശ്രുതി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രുതി അവളുടെ ബാഗ് പരിശോധിക്കുന്നു. അതിൽ നിന്നും ടെക്സ്റ്റൈൽ ഷോപ്പിലെ ബില്ല് അവന് ലഭിച്ചു. 7 വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ്സുകളാണല്ലോ. ഇതെന്തിനാണ് ശ്രുതി എന്നോട് കള്ളം പറഞ്ഞത്? ശ്രുതിയുടെ ഉള്ളിൽ സംശയത്തിന്റെ തീപ്പൊരി ആളിക്കത്താൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ശ്രുതി പുറത്തു പോയപ്പോൾ ശ്രുതി അവളെ രഹസ്യമായി തന്നെ പിന്തുടരാൻ തീരുമാനിച്ചു. ശ്രുതി തന്റെ മകൻ ആദിയുടെ അടുത്തേക്ക് എത്തുന്നു. ആദി സന്തോഷത്തോടെ ഓടി വന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു. അമ്മേ, എനിക്ക് ഈ കോട്ട് ഇട്ട് തരാമോ? ആദി ചോദിക്കുമ്പോൾ ശ്രുതി നിറകണ്ണുകളോടെ അവനെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഈ കാഴ്ച ദൂരെ മാറി നിന്ന് കണ്ട ശ്രുതി ആകെ തകർന്നുപോയി. ശ്രുതിക്ക് താൻ അറിയാതെ ഒരു മകനുണ്ട് എന്ന സത്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി ഇതിന് പിന്നിൽ വലിയ എന്തെങ്കിലും ചതി ഒളിച്ചിരിക്കുന്നുണ്ടോ, അതോ ഇത് ശ്രുതിയുടെ നിസ്സഹായാവസ്ഥയാണോ എന്നവൻ ചിന്തിച്ചു. ഇതേ സമയം രേവതി ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സച്ചി രേവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ പ്ലാൻ ഇട്ടു. സച്ചി വൈകുന്നേരം നേരത്തെ തന്നെ വന്ന് രേവതിക്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വയം പാചകം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അടുക്കളയിൽ പാത്രം വീഴുന്ന ശബ്ദം കേട്ട് ഓടി വന്ന് രേവതി കാണുന്നത് മാവ് മുഖത്തൊക്കെ പുരണ്ടിരിക്കുന്ന സച്ചിയാണ്. നീ എനിക്ക് ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ ദോശയ്ക്ക് പകരം ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ദോശയാണിത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ രേവതിയുടെ എല്ലാ ദേഷ്യവും അതോടെ അങ്ങ് അലിഞ്ഞുപോയി. അവർക്കിടയിൽ പഴയ സന്തോഷം തിരിച്ചു വന്നു. ഇതേ സമയത്ത് തന്നെ മറ്റൊരു വശത്ത് ഭാമയുടെ ബുദ്ധിപ്രകാരം ചന്ദ്രമതി യൂണിഫോമുകളെല്ലാം തന്നെ വീണ്ടും വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയ തുക നൽകുന്നതിൽ പ്രതിഷേധമുണ്ടായി. സൗജന്യ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കബളിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അവർ ചന്ദ്രമതിയെ വളയുന്നു. ഈ സമയം അങ്ങോട്ടേക്കെത്തിയ രവീന്ദ്രൻ സത്യം മനസ്സിലാക്കുകയും ചന്ദ്രമതിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുകയും ചെയ്തു. ചന്ദ്രമതിയുടെയും ഭാമയുടെയും പുതിയ ബിസിനസ് പ്ലാന് അതോടുകൂടെ തന്നെ തകരുന്നു. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കി വീട്ടിലേക്ക് എത്തിയ ശ്രുതി തടഞ്ഞു നിർത്തുന്നു. അവന്റെ കയ്യിൽ ആ ഒരു ഡ്രസ്സിന്റെ ബില്ലുണ്ടായിരുന്നു. ശ്രുതി, നീ ആരോടാണ് ഈ കള്ളം പറയുന്നത്? ആ കടയിൽ നിന്ന് നീ ആർക്കാ ഡ്രസ്സ് വാങ്ങിച്ചത്? ഞാൻ നിന്നെ പിന്തുടർന്നിരുന്നു. ശ്രുതിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ ശ്രുതി ആകെ സ്തംഭിച്ചു നിന്നുപോയി. താൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ ഇനി എങ്ങാനും ശ്രുതി അറിഞ്ഞു കാണുമോ എന്ന തിരിച്ചറിവിൽ ശ്രുതി ആകെ തകർന്നുപോയി. ശ്രുതി വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തന്നെ ശ്രുതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശ്രുതി ആകെ തകർന്നു പോയി. ശ്രുതിയുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് തന്നെ സത്യം വിളിച്ചു പറയാൻ തന്നെ ശ്രുതി തീരുമാനിച്ചു. ശ്രുതി, നീ എന്നോട് ക്ഷമിക്കണം. ആദ്യം എൻ്റെ മകനാണ്. പക്ഷേ ഞാനൊരിക്കലും നിന്നെ ചതിക്കാനല്ല ഞാനിത് ഒളിപ്പിച്ചു വെച്ചത്. എൻ്റെ ഭൂതകാലത്തിലെ ആ കറുത്ത അധ്യായം നിന്നെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഭയന്നു. നിന്നെ നഷ്ടപ്പെടുന്ന പേടി കൊണ്ടാണ് ശ്രുതി ഞാൻ ഈ കള്ളം പറഞ്ഞത്. ശ്രുതിയുടെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇത്രയും വലിയൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വീട്ടിലെ വലിയ ബഹളം കേട്ട് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ഓടി വന്നു. ചന്ദ്രമതിയും ഭാമയും ഈ അവസരം മുതലെടുത്ത് ശ്രുതിയെ ആക്ഷേപിക്കാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനൊരു പെണ്ണിനെയാണല്ലോ ഞങ്ങൾ വിശ്വസിച്ചത് എന്ന് ചന്ദ്രമതി ആക്രോശിക്കുന്നു. എന്നാൽ രേവതി ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നു. ഒരമ്മ തൻ്റെ മകനെ കാണാൻ പോയതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചിയും അതിനെ പിന്തുണക്കുന്നു. സച്ചി ശ്രുതിയെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശ്രുതിയുടെ ഭാഗം കേൾക്കാൻ അവനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തെ മൗനത്തിനു ശേഷം ശ്രുതിയുടെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ശ്രുതി, നീ എന്നോടൊരു സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെറുക്കില്ലായിരുന്നു. ആദ്യം നിന്റെ മകനാണെങ്കിൽ അവൻ എന്റെയും മകനാണ്.
ഇത്രയും കാലം നീ ഒറ്റക്കനുഭവിച്ച വേദനകൾക്ക് ഇനിയെങ്കിലും അറുതിയുണ്ടാവണം. ശ്രുതിയുടെ ഈ തീരുമാനം കേട്ട് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അമ്പരന്നു. രേവതിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ശ്രുതിയെ വീട്ടിൽ നിന്നും പുറത്താക്കാമെന്ന് കരുതിയ ചന്ദ്രമതിക്കും ഭാമക്കും ഇതൊരു വലിയ തിരിച്ചടി തന്നെയായി മാറുന്നു. അവരുടെ ഡാൻസ് ക്ലാസ് പ്ലാൻ പൊളിഞ്ഞതിന് പിന്നാലെ ശ്രുതിയുടെ ഈ ഒരു തീരുമാനം കൂടി വന്നതോടുകൂടി തന്നെ അവർ കൂടുതൽ ഒറ്റപ്പെട്ടു. രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു, ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്നത് നിനക്കൊന്ന് നിർത്തിക്കൂടെ ചന്ദ്രേ? ചന്ദ്രമതി മറുപടിയില്ലാതെ തല താഴ്ത്തി നിന്നു. അങ്ങനെ പിറ്റേ ദിവസം ശ്രുതിയും സച്ചിയും രേവതിയും കൂടെ ആദിമോനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. തന്റെ അമ്മയുടെ കൂടെ അച്ഛനും വല്യച്ഛനും വല്യമ്മയും അങ്ങനെ എല്ലാവരും വരുന്നത് കണ്ട് ആദിക്ക് സന്തോഷം അടക്കാനായില്ല. ആദിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ടതിന് ശ്രുതി ആ വീട്ടിലേക്ക് കടന്നു വരുന്നു. ആദിയുടെ ജന്മദിനം ആ വീട്ടിൽ എല്ലാവരും ചേർന്ന് തന്നെ ആഘോഷിക്കുന്നു. അങ്ങനെ രേവതിയും സച്ചിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പിണക്കങ്ങളെല്ലാം മാറി അവർ കൂടുതൽ അടുത്ത് പ്രണയ നിമിഷങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.